എനിക്ക് ഉടമ്പടി ആരാധന വഴി 2 സൗഖ്യങ്ങളാണ് കിട്ടിയത്. എൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റിക്കകത്ത് ഒരു മുഴ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ബേക്കറി പോകുമ്പോൾ ഇന്ന് കണ്ടിന്യൂസാണ് നിൽക്കുന്നതുകൊണ്ടാണെന്ന് എനിക്കറിയാം. അങ്ങനെ എനിക്ക് നടക്കാനൊന്നും പറ്റത്തില്ല. അടുക്കള പണി ചെയ്യാൻ 10 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോയിരിക്കണം. അങ്ങനെയായിട്ട് ഞാൻ ഒരു ദിവസം അച്ഛൻ്റെ ആരാധനയിൽ അച്ഛൻ പറഞ്ഞ് കാലിൻ്റെ അടി നീരുള്ളവർക്ക് സൗഖ്യം കൊടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഈ ആരാധന കൂടി. പക്ഷേ എൻ്റെ വിശ്വാസം നീരല്ലല്ലോ എൻ്റെ കാലിൻ്റെ അടി. ഞാൻ പ്രാർത്ഥിച്ച് അമ്മ ഇത് ആർക്കായാലും നീ സൗഖ്യം കൊടുക്കണം, എൻ്റെ അല്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ എന്നോട് നാത്തൂൻ ചോദിച്ചു നീ ഇത് കൂടിയോ? ഞാൻ പറഞ്ഞു ഞാൻ കൂടി. നാത്തൂൻ കൂടി. ഇപ്പം നാത്തൂൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു ഇന്ന പോലെ കാലിൻ്റെ അടി നീരല്ലല്ലോ എനിക്കുള്ളതെന്ന്. അന്നേരം പറഞ്ഞ് നീരെന്ന് പറഞ്ഞാലും ആ മുഴ തന്നെ അച്ഛൻ ഉദ്ദേശിച്ചത്, നീ അത് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞ്. അങ്ങനെ ഇന്ന് എനിക്ക് എത്ര സമയം വേണേലും അടുക്കളയിൽ നിന്ന് പണിയെടുക്കാം, എനിക്കൊരു കുഴപ്പമില്ല. അത് മാറിക്കിട്ടി. ഞാൻ തൈലവും ഉപ്പും കാലേ പെരട്ടുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വയറ് എനിക്ക് ഒരു പണി ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് വീർത്ത് വരും. എന്നിട്ട് രാത്രിയൊക്കെ ആകുമ്പോൾ നമുക്ക് കിടക്കാൻ പറ്റത്തില്ല, ശ്വാസം വിടാൻ പറ്റത്തില്ല, വീർത്ത് ഗർഭിണികളുടെ വയറ് പോലെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അതും ഇതുപോലെ ആരാധനയിൽ അച്ഛൻ പ്രാർത്ഥിച്ച് ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ കൈവച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതും എനിക്ക് മാറിക്കിട്ടി. ഇപ്പോൾ ഒരു കുഴപ്പമില്ല.